കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുബൈദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്ന് ചികിത്സ കഴിഞ്ഞെത്തിയ ആഷിഖാണ് മാതാവ് സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, താമരശ്ശേരിയിലാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ലഹരിക്കടിമയായ മകന്റെ ആക്രമണത്തിൽ സുബൈദ എന്ന വീട്ടമ്മ മരിച്ചു. അവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. എപ്പോഴാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു നാടിനെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വന്തം മകൻ തന്നെയാണ് ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഏറെ നടുക്കിയ ഒരു വാർത്ത തന്നെയാണ്. നമുക്കറിയാം, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണെങ്കിലും വലിയ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. നാട്ടുകാരെല്ലാം പറയുന്നത് ഈ ഉമ്മയും മകനും തമ്മിൽ ഒരു ആദ്യം മുതലേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇയാൾ നേരിട്ടിരുന്ന അല്ലെങ്കിൽ നാട്ടുകാരാൽ പരിഹസിക്കപ്പെട്ടതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് കടന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്ന് ഈ പ്രതിയുടെ ഉമ്മാന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരിക്കും നടക്കുക. ഏകദേശം ഒരു 11-12 മണിയോട് കൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ഒരു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ മുൻപും ഏതെങ്കിലും തരത്തിൽ കേസുകൾ ഉണ്ടോ എന്നുൾപ്പെടെ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും പ്രതിക്കെതിരെ മറ്റു നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. സുബൈദയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകുമോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊന്നും തന്നെ കുടുംബം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും വിദേശത്ത് നിന്നും ആരും എത്താനില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് സംസ്കാരം ഉണ്ടായേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഈ ഒരു കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൃതദേഹം ഏത് സമയത്തായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏകദേശം 11-12 മണി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം മാത്രമായിരിക്കും കുടുംബത്തിന് വിട്ടു നൽകുക. അതുകൊണ്ട് തന്നെ ഇനി വിദേശത്ത് നിന്ന് ആരെങ്കിലും എത്താനുണ്ടോ, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കൂ എന്നുള്ളൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഇന്ന് വീട്ടിലെത്തി കൂടുതൽ തെളിവെടുപ്പെല്ലാം നടത്തിയതിനു ശേഷം മറ്റു നടപടികളിലേക്ക് പോകും. വൃന്ദ, അഭിന, ഈ അമ്മയും മകനുമായി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത്? ഈ ഒരു സംഭവ സമയത്ത് ഈ അമ്മയും പ്രതിയും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? പ്രതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റൊരിടത്ത് ഈ ലഹരിയുമായി അടിമപ്പെട്ടതുകൊണ്ട് തന്നെ ഇതില്ലാതാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേന്ദ്രത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു ആഷിഖ്. പക്ഷേ ഉമ്മാക്ക് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ നിന്നും ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലായിരുന്നില്ല ഈ ആഷിഖിന്റെ ഉമ്മ ഈ ഓപ്പറേഷന് ശേഷം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ ഓപ്പറേഷന് ശേഷം ഈ ആഷിഖിന്റെ ഉമ്മ എത്തിയിരിക്കുന്നത് ഇവരുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ്. ഈ സഹോദരിയുടെ വീട്ടിലേക്കാണ് ആഷിഖ് എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ബാംഗ്ലൂരിലാണ് ആഷിഖ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു കേന്ദ്രത്തിൽ കഴിഞ്ഞു വരുന്നു. ഇവിടെ നിന്ന് ആഷിഖ് കഴിഞ്ഞ ദിവസമാണ് എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നേരെ ഈ സഹോദരിയുടെ വീട്ടിലേക്കാണ് ആഷിഖ് എത്തിയത് എന്നുള്ളതാണ്. ആഷിഖിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനു മുൻപ് പരിഹാസ കഥാപാത്രമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ഈ ഒരു പ്രകോപിതനാവേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഉമ്മാനെ ഈ ഒരു തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. മാനസികപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം വളരെ വ്യക്തമായി ഈ ആഷിഖ് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നും വെട്ടുകത്തി ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയാണ് ഈ ഉമ്മാനെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഈ കൊലപ്പെടുത്തിയ ശേഷം കത്തിലുണ്ടായിരുന്ന ചോരക്കറകൾ കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ആഷിഖ് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. ഇതിൽ നിന്നും പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിക്ക് മാനസികമായ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്രയും കൃത്യമായ രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സ്വബോധത്തോടെ മാത്രമായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യാനിടയായ കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി പോലീസിന് അറിയാനുള്ളത്. ഏതായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ ഈ ആഷിഖിന്റെ മൊഴി രേഖപ്പെടുത്തും. അതുകൂടാതെ തന്നെ ഈ ഒരു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഈ പ്രതിയുടെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഈ സഹോദരിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും ഇനി മറ്റു നടപടികളിലേക്ക് പോവുക. ശരി. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുബൈദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്ന് ചികിത്സ കഴിഞ്ഞെത്തിയ 25-കാരനായ ആഷിഖാണ് മാതാവ് സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു അബീന.